കോൺഗ്രസിൽ വിവാദമൊഴിഞ്ഞിട്ട് നേരമില്ല എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്കായുള്ള ഇംഗ്ലീഷ് ദിനപത്രത്തിലെ പരസ്യ വിവാദത്തിൽ പ്രജിൻ ബാബുവിനെ KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഫോക്കസ് ഫീച്ചറായി മുഴുവൻ പേജ് പരസ്യം നൽകിയത് പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. പ്രജിൻ ബാബുവിന്റെ നടപടി കടുത്ത അച്ചടക്ക ലംഘനമാണ് എന്നാണ് വിലയിരുത്തൽ. വിശദീകരണം നൽകുമെന്ന് പ്രജിൻ ബാബുവും അറിയിച്ചു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ഉണ്ട്. അമൽ, വോട്ട് എടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തുടങ്ങിയതാണ് മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തലങ്ങും വിലങ്ങുമുള്ള വാദപ്രതിവാദങ്ങളും ബഹളങ്ങളുമൊക്കെ. അതിനെ ചുവട് പിടിച്ചാണ് ഇത്തരം കണ്ടാൽ ഇതങ്ങനെയല്ല, പക്ഷേ വായിക്കുന്നവർക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കാര്യം മനസ്സിലാകും എന്ന വിധത്തിലുള്ള ഫീച്ചറുകളൊക്കെ പുറത്തിറക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്നല്ലേ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇതിപ്പോൾ എന്ത് നടപടിയാണ് പാർട്ടി എടുക്കാൻ പോകുന്നത്? പാർട്ടി ഇപ്പോൾ പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്കാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. പ്രജിൻ ബാബു വിശദീകരണം നൽകുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന ഒരു ഫുൾ പേജ് ലേഖനമാണ്. അത് പരസ്യം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ലേഖനമായിരുന്നു. പക്ഷേ പ്രജിൻ അതിന് വിശദീകരണം നൽകുന്നത് അത് പരസ്യമല്ല, താനിങ്ങനെ നിരന്തരമായി ലേഖനങ്ങളൊക്കെ എഴുതാറുള്ള ആളാണ്. അബ്ദുൽ കലാമിനെ പറ്റിയും അതോടൊപ്പം തന്നെ അതുപോലെ പ്രമുഖരായ പല ആളുകളെ പറ്റിയും താൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരള കൗമുദിയിൽ രമേശ് ചെന്നിത്തലയ്ക്കുടെ ലേഖനം ഇതിനു മുൻപ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ താൻ നിരന്തരമായി എഴുതുന്നതാണ് എന്ന് പ്രജിൻ ബാബു പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമയമാണ് പ്രശ്നം. രമേശ് ചെന്നിത്തലയെ പറ്റി ആരെങ്കിലും ലേഖനം എഴുതുന്നതിൽ കോൺഗ്രസിന് പ്രശ്നം ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ അത് ഈ സമയമായതിനാലാണ് AICCയുടെ നിർദ്ദേശപ്രകാരം KPCC പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം വന്നതിന് ശേഷവും കർശന നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ലേഖനം വന്നതിൽ കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾക്ക് കൃത്യമായി തന്നെയുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല നേരിട്ട് അറിഞ്ഞ് അല്ല ഈ പരസ്യം നൽകിയത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല നൽകുന്ന വിശദീകരണം. മാത്രമല്ല, അല്പം മുമ്പ് ഈ പ്രജിനോട് സംസാരിച്ച സമയത്ത് പ്രജിൻ പറഞ്ഞ ഒരു കാര്യം, രമേശ് ചെന്നിത്തല ഇന്നലെ വിളിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്തുദ്ദേശത്തിൽ ചെയ്തതാണ് എങ്കിലും എന്നോട് കൂടി ആലോചിച്ച് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പ്രജിനോട് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം പ്രജിൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് എന്തായിരുന്നു ഉദ്ദേശം അതിന് നേരെ വിപരീതമായി കാര്യങ്ങൾ വരികയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് നല്ലത് വരാനായി ഈ പ്രജിൻ ചെയ്തതാണെങ്കിൽ കൂടി ഇപ്പോൾ അത് ബാധ്യതയായി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസത്തെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല പണം നൽകി പത്രപരസ്യം നൽകി എന്നുള്ള തരത്തിലൊരു വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളടക്കം വരാൻ അത് കാരണമായിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വളരെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇമേജിനെ കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു ലേഖനമായി പോയി. അതാണ് നന്മ ചെയ്യാനിറങ്ങി അത് വലിയ തിന്മയായി ഭവിച്ചു എന്നതാണ്. ഇനിയിപ്പോൾ VDക്കും KCക്കും ഒക്കെ വേണ്ടി ആരെങ്കിലും ഇതേപോലെ ഫോക്കസ് ഫീച്ചറുകൾ ഇറക്കും? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ ഓരോ ദിവസവും ഫ്ലെക്സുകളിലൊക്കെയാണ് ഒതുങ്ങി നിന്നിരുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിലും ചാനലുകളുടെ മൈക്കുകളുടെ മുന്നിലുമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നത്. ഇനിയിപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഇത് പത്രത്തിലേക്കൊക്കെ പോയതോടെ ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എല്ലാവരും മത്സരിച്ചാണ് നിൽക്കുന്നത്. 3 കൂട്ടർക്ക് വേണ്ടിയും തങ്ങളുടെ അണികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ പരസ്യ പ്രസ്താവന വിലക്കിക്കൊണ്ട് KPCCയുടെ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ ഒന്നടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫ്ലക്സ് DCC ഓഫീസിന് മുന്നിൽ വന്ന ഫ്ലക്സ് VD PR വർക്ക് അവസാനിപ്പിക്കണമെന്നാണ്. ഇനിയിപ്പോ ചെന്നിത്തലയ്ക്കെതിരെ ഇനി അങ്ങനെ ഒരു ഫ്ലക്സ് വരുമോ? അത് ആര് വെച്ചതാണ് എന്നുള്ള കാര്യത്തിലൊക്കെ പല ചർച്ചയും നടക്കുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ആളുകളാണോ അതോ മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നും രമേശ് ചെന്നിത്തലയെ ഉപദ്രവിക്കാനായി ചെയ്തതാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ പലർക്കും പല അഭിപ്രായമാണ്. ഇത് ആരാണ് വെച്ചത് എന്നുള്ള കാര്യത്തിൽ. അതാണ് നേരത്തെ പറഞ്ഞത്, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് പോലും വ്യക്തമാകാത്ത നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 4-ാം തീയതി വരെ കാത്തിരിക്കാനൊരു ക്ഷമ എന്തായാലും കോൺഗ്രസിൻ്റെ അണികൾക്കും നേതാക്കൾക്കും ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും ഇപ്പോൾ പ്രജിനെതിരെ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പ്രജിൻ വിശദീകരണം നൽകുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇനി ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും എന്നൊരു പ്രതീക്ഷയായിരിക്കണം ഒരുപക്ഷെ KPCC പ്രസിഡന്റിനും KPCCക്കും ഒക്കെ ഉള്ളത്. നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു എത്ര ഫീച്ചറുകളും എത്ര ഫ്ലക്സുകളും ഒക്കെ വെറുതെ ആകുമോ അതൊക്കെ അത് ഉദ്ദേശിച്ച ഫലം കാണുമോ എന്നൊക്കെ അറിയാൻ ഇനി അദ്ദേഹം ഒന്നും നീണ്ടുപോകണ്ട. ഇനിതാ 4-ാം തീയതി വരികയാണ്. ദിവസങ്ങളിങ്ങനെ ഒന്നൊന്നായി എണ്ണി കാത്തിരിക്കാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ആ റിസൾട്ട് അറിയാൻ. അപ്പോൾ അതുവരെ ദയവായി എല്ലാ പാർട്ടിയിലെയും നേതാക്കളൊക്കെ ഒരു മിതത്വം പാലിച്ചാൽ എന്ത് ഫലം വന്നാലും അവർക്കുള്ള ഒരു ആഘാതം കുറയും. ഇവർ ഉദ്ദേശിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കണമെങ്കിൽ പിന്നെ ഇതെല്ലാം എടുത്ത് ട്രോൾ മഴയായിരിക്കും.